ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് മുതലേ നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും തുളസിമാല ചാർത്ത് ദൈവത്തിന് അർപ്പിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. തുളസി നമ്മുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും അനവധി കഥകളാൽ വിശുദ്ധി ആർജിച്ച ഒരു ദൈവിക സസ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ പൂജയിൽ തുളസിമാലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനമുണ്ട്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് അപൂർവ പുഷ്പങ്ങളും അനവധി സ്വർണ്ണാഭരണങ്ങളും അർപ്പിച്ചാലും ഒരു ചെറിയ തുളസിയിലയുടെ മൂല്യം അതിനേക്കാൾ മഹത്താണ് എന്ന്. കാരണം തുളസീദേവി തന്നെയാണ് മഹാഭക്തയായ വൃന്ദയുടെ രൂപം. അവളുടെ സമർപ്പണവും വിശുദ്ധിയും വിഷ്ണുവിനെ ആനന്ദിപ്പിക്കുന്നു. തുളസി വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ തുളസി വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുളസി വിവാഹത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും പലർക്കും അറിയണമെന്നില്ല. കാർത്തിക ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് തുളസി വിവാഹം വരുന്നത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായ തുളസിയും മഹാവിഷ്ണുവും തമ്മിലുള്ള വിവാഹത്തെയാണ് തുളസി വിവാഹം എന്ന് പറയുന്നത്. ഈ ദിവസം വിവാഹം നടത്തുന്നത് ഏറ്റവും മംഗളകരമായ ദിനമായാണ് കണക്കാക്കുന്നത്. ലക്ഷ്മി ദേവി തുളസിയായി ജന്മമെടുത്തതിൻ്റെ ഒരു ഐതിഹ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സരസ്വതി ദേവിയുടെ ശാപം നിമിത്തം തുളസിയായി ജന്മമെടുത്ത ലക്ഷ്മി ദേവി ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായി ജന്മമെടുക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ ഭക്തയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ തുളസി. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാവണം എന്നതായിരുന്നു തുളസിയുടെ ജീവിതാഭിലാഷം. അങ്ങനെ തുളസി തപസ്യ അനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ശംഖുചൂടൻ തുളസിയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹപ്രകാരം വരം നേടിയ ശംഖുചൂടൻ ത്രിലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇതിനെ തുടർന്ന് ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ മഹാവിഷ്ണു ശംഖുചൂടൻ്റെ ആയുസ് തീരാത്തതിനാൽ അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചില്ല. എന്നാൽ തുളസിയുടെ ചാരിത്രത്തിന് ഭംഗം സംഭവിച്ചാൽ ശംഖുചൂടനെ വധിക്കാനാവും എന്ന് പറയുകയും ചെയ്തു. പരമശിവനുമായി യുദ്ധം ചെയ്ത ശംഖുചൂടനെ ഭഗവാൻ വധിക്കുകയും ഭഗവാൻ വിഷ്ണു ശംഖുചൂടൻ്റെ രൂപത്തിൽ തുളസിയെ സമീപിക്കുകയും ശാപമോക്ഷം നൽകുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. തുളസിയുടെ ശരീരം ദ്രവിക്കുകയും ഗണ്ഡകി എന്ന പുണ്യനദിയായി ഒഴുകുകയും ചെയ്തു. പിന്നീട് തലമുടി തുളസി ചെടിയായി മാറുകയും ചെയ്തു. ശാപമോക്ഷത്തിനു ശേഷം ലക്ഷ്മി സ്വരൂപത്തിലേക്ക് മാറുകയും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് തുളസിമാല നിത്യവും ഭഗവാന് ചാർത്തുന്നത്. വിഷ്ണുവിൻ്റെ സൽഗ്രാമശിലയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന തുളസീദളങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വിശുദ്ധമായ അർപ്പണമാണ്. ഭക്തന്റെ ഹൃദയം നിറഞ്ഞു ചേർത്ത ഒരു തുളസിമാല വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പൂജയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.